ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായി ഡൽഹിയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രതിരോധം, ആണവോർജ്ജം, വ്യാപാരം, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയേക്കുമെന്നാണ് സൂചന. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങളുമായി പി ബസന്ത് ചേരുന്നു. ബസന്ത്, ഈ കൂടിക്കാഴ്ചയോടെ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാവും ഉണ്ടാവുക? ഇന്ത്യക്ക് എന്തൊക്കെ കാര്യങ്ങളുമായി റഷ്യയുമായി അടുത്ത ബന്ധം വച്ചു പുലർത്താൻ കഴിയും? മോദി അല്പസമയം മുമ്പ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ആരംഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് തുടങ്ങിയിട്ടുള്ളത്. ഒരു ഇരുവരും ആമുഖമായി നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ പ്രധാനമായും ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ചത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു മധ്യപാത സ്വീകരിക്കുന്നില്ല, സമാധാനത്തിൻ്റെ ഭാഗത്താണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന് മോദി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള നടപടികൾ അത് വിജയകരമായി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട് എന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായ സ്വീകരണമാണ് റഷ്യൻ പ്രസിഡന്റിന് ലഭിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച റഷ്യൻ പ്രസിഡന്റ് പിന്നീട് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഹൈദരാബാദ് ഹൗസിൽ വാർഷിക ഉച്ചകോടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്.